ചേരുംപടി ചേർക്കുക ടാസ്കിലെ മൂന്നാമത്തെ റൗണ്ടിൽ വൈൽഡ് കാർഡ്സിന് കൊടുത്തിട്ടുള്ള വിഷയം സത്യസന്ധതയാണ്. ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള 16 പേരെ റാങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ട് അവർ സെലക്ട് ചെയ്യുന്നത് അനുമോളയും, രണ്ടാമത് അനീഷ്, മൂന്നാമത് അഭിലാഷ്, നാലാമത് ഷാനവാസ്, അടുത്തത് അക്ബർ, ആറാമത് ആദില, ഏഴാമത് റെന, എട്ടാമത് നൂറ, 9 ഒണീൽ, 10 ആര്യൻ, 11 നെവിൻ, 12 അപ്പാനേശ്വരത്ത്, 13 ജിസേല്, 14 രേണു, 15 ശൈത്യ, 16 ബിന്നി. അതിനുശേഷം ബിഗ് ബോസ് ഇവർക്ക് ഓപ്ഷൻസ് കൊടുക്കുകയാണ്. ഒന്നാമത്തത് സ്വാർത്ഥത, രണ്ടാമത്തത് സത്യസന്ധത, മൂന്നാമത്തത് അസൂയ. ഇതിലേത് വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 16 പേരെയും റാങ്ക് ചെയ്തിട്ടുള്ളത് എന്ന് ഈ 16 പേരും കൂടെ ആലോചിച്ചിട്ട് പറയണം. അതിൽ അനുമോളെ ആദ്യം ഇരുത്തിയത് കൊണ്ട് തന്നെ സത്യസന്ധത എന്നുള്ളത് ഇവരങ്ങ് മാറ്റിവെച്ചു. അടുത്തത് സ്വാർത്ഥതയും അസൂയയാണ്. അപ്പോൾ അത് ചർച്ച ചെയ്ത് വന്നപ്പോഴത്തേക്കിനും ഈ അനീഷ് കൂടി ഉള്ളത് കൊണ്ട് അസൂയ, അനീഷിനാണല്ലോ രണ്ടാമത്തെ, അപ്പോൾ അസൂയ എന്നുള്ളത് മാറ്റിവെച്ചു. അപ്പോൾ അനീഷ് തന്നെ എടുത്തു വന്നിട്ട് പറയുന്നു അസൂയ വേണ്ട, സ്വാർത്ഥത, സത്യസന്ധത ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എന്നുള്ളത് പറയുന്നു. അപ്പോൾ ജിസേൽ എഴുന്നേറ്റിട്ട് പറയുന്നു കാരണം അനുമോളാണ് ആദ്യം, അപ്പോൾ സത്യസന്ധത എന്തായാലും ജിസേലിന് അനുമോൾക്ക് കൊടുക്കാൻ ഒരു താല്പര്യമില്ല. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് അസൂയയും സ്വാർത്ഥതയും എന്തായാലും അനുമോൾക്ക് ചേരും, പക്ഷേ അനീഷിന് അസൂയ ചേരത്തില്ല. അങ്ങനെ സ്വാർത്ഥത എന്നുള്ളത് തന്നെ ഉറപ്പിച്ചു. ബിഗ് ബോസിൻ്റെ അടുത്ത് സ്വാർത്ഥത എന്നുള്ളത് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് വൈൽഡ് കാർഡിനോട് പറയുന്നു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാർഡ് ഇവരെ കാണിച്ചു കൊടുക്കാനായിട്ട്. അതിൽ സത്യസന്ധത എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അത് കണ്ടപാടെ എല്ലാവരുടെയും മുഖം അങ്ങ് മാറി. കാരണം ഇവർ അനുമോളെ മാത്രമാണ് നോക്കുന്നത്. അനുമോളെ ആദ്യം ഇരുത്തിയത് കൊണ്ട് അനുമോൾക്ക് എങ്ങനെ സത്യസന്ധത കൊടുക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വീണ്ടും ഈ 16 പേരും തോറ്റിരിക്കുകയാണ്. വൈൽഡ് കാർഡാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ വൈൽഡ് കാർഡിന് ഇവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കണം. പണിപ്പുരയിൽ നിന്ന് കിട്ടുന്ന അടുത്ത പണി ഏറ്റെടുക്കാനായിട്ട് ഒരാളെയും കൂടെ സെലക്ട് ചെയ്യണം. അങ്ങനെ അവർ അനുമോളെയാണ് സെലക്ട് ചെയ്യുന്നത്.